ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹുസ്ന ഇദാ ശി'ത സഹ്ല. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. رب زدنا علما نافعا رب زدنا علما نافعا رب زدنا علما نافعا. السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല നിയത്തോടു കൂടി ഒരു പ്രതിഫലത്തോടു കൂടി ആഗ്രഹത്തോടെ ഇരിക്കുക. നിയത്ത് പോലെയാണല്ലോ നമ്മുടെ പ്രതിഫലം. അള്ളാന്റെ മനുഷ്യരിൽ കൂടുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മിസാനിൽ നല്ല ഘനമുള്ള കർമ്മമായി സ്വീകരിക്കട്ടെ. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു മതിയാവില്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തമായ കാരുണ്യം കൊണ്ട് മാത്രം നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് പഠിക്കാനും അറിയാനും അവസരം കിട്ടി. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സഹായം രക്ഷയും തേടുക. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. അപ്പോൾ തഖ്വ എന്താണെന്നും തഖ്വ ഇല്ലെങ്കിൽ ഈ ഖുർആനിൽ നിന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ലെന്നും ഖുർആനിൽ നിന്നുള്ള ഹിദായത്ത് കിട്ടണമെങ്കിൽ തഖ്വ വേണമല്ലേ. അപ്പോൾ എന്താണ് ഒരു തഖ്വ ഉള്ള ആണെങ്കിൽ അതിന്റെ തെളിവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ആയത്തുകളിലൂടെ. 6 ക്വാളിറ്റീസ് ആണ് പറയുന്നത് അല്ലേ. ആദ്യത്തെ എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്, അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞത്? വയുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു. നാലാമതായി വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില, അവർ നിന്നിലേക്ക് ഇറക്കിയത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കിയത് അവർ വിശ്വസിക്കുന്നു. ഖുർആനിൽ അവർ വിശ്വസിക്കുന്നു. അഞ്ചാമതായി പറഞ്ഞു വമാ ഉൻസില മിൻ ഖബ്ലിക, അവർ അതിനു മുമ്പ് ഇറക്കിയതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഇറക്കിയതും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഇനി ഫൈനൽ ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആറാമത്തത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്ത് ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ 6 ക്യാരക്ടേഴ്സ് ആണ് മുത്തഖിങ്ങളുടെ ക്വാളിറ്റീസ് പറഞ്ഞു വരികയാണല്ലേ. അവർ പരലോകത്ത് ദൃഢമായി വിശ്വസിക്കുന്നതാണ്. ആഖിറ എന്നതിന്റെ റൂട്ട് ലെറ്റർ ഹംസ ഖ റ ആണല്ലേ. ആഖിറ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവസാനമായിട്ട് വരുന്നത് എന്തോ അതാണ് അക്ഷരാർത്ഥത്തിൽ പറയുന്നത്. അതിന്റെ ടെക്നിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ പരലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉള്ളവരാണ് മുത്തഖീന്റെ ആൾക്കാർ എന്ന് പറയുമ്പോൾ. കാരണം നമുക്ക് പരലോകം ഇത് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അല്ലെ, നമ്മൾ ഇതിൽ പെടും എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലെ. പക്ഷെ ഈ ഓരോ വാക്കുകളും നമ്മൾ കീറി മുറിച്ചതിനെ കാണുമ്പോഴാണ് നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് മനസ്സിലാവും. ഈ 6 പോയിന്റും പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ ഓരോ ക്ലാസ്സസ് കേൾക്കുമ്പോൾ അല്ലെ, ഈ ക്വാളിറ്റീസ് ഒക്കെ എനിക്ക് ഉണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ എന്ത് പ്ലാനാണ് ചെയ്യേണ്ടതിന് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. നീ എന്നെ അതിലേക്ക് എത്തിക്കണേ അള്ളാഹ്, ദുആ ചെയ്യാൻ.
അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. കാരണം ഖുർആൻ കൊണ്ടുള്ള ഗുണം കിട്ടാൻ നമുക്ക് മുത്തക്കിയാവണം അല്ലേ? അപ്പോൾ മുത്തക്കിയുടെ ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അള്ളാന്റെ ഹിദായത്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കാനോ വിഷമിക്കാനോ ഇല്ല. നമുക്ക് അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ആ ക്വാളിറ്റി എല്ലാം നിർബന്ധമായിട്ടും നമുക്കുണ്ടാകണം. ആഖിറ എന്നതിന്റെ മീനിങ് സാങ്കേതിക അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തിന് ശേഷം പിന്നെ അങ്ങോട്ട് അവസാനമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നുവോ, എന്തൊക്കെ അറിയിച്ചു തന്നുവോ അതെല്ലാം ആഖിറത്തിൽ പെടുന്നതാണ്. ഖബറിലെ ചോദ്യോത്തരങ്ങളെ കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ഒക്കെ ദൃഢമായി വിശ്വസിക്കലാണ്. അതിനുശേഷമുള്ള കാഹളത്തിൽ ഊതുന്നത്, യൗമൽ ഖിയാമയിലുള്ളത്, അന്നത്തെ ദിവസത്തെ ആ ഹിസാബിനെ കുറിച്ച്, ചോദ്യം ചെയ്യലിനെ കുറിച്ച്, കർമ്മങ്ങൾ തൂക്കുന്ന മീസാനെ കുറിച്ച് ദൃഢമായി വിശ്വസിക്കലാണ്. സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ പോയിട്ട് നരകത്തിൽ വീഴുന്നതും സ്വർഗത്തിൽ എത്തുന്നതും മരണത്തിന് ശേഷം അവസാനമില്ലാത്ത ആ ജീവിതത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല എന്തൊക്കെ പറഞ്ഞു തന്നോ അതെല്ലാം ആഖിറത്തിൽ പെടുന്നതാണ്. ഇതൊക്കെയാണ് ആഖിറ എന്നതിന്റെ സാങ്കേതിക അർത്ഥം. ഇവിടെ യുമിനൂൻ എന്നാണ് പറഞ്ഞത്, ഇവിടെ യൂക്കിനൂൻ എന്നാണ്. അവിടെ ഇതിന് മുമ്പേ ഒക്കെ യുമിനൂൻ എന്നാണ് പറഞ്ഞത്, ഇവിടെ പക്ഷെ യൂക്കിനൂൻ എന്നാണ് പറയുന്നത് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും പറയാൻ കാരണം? റബ്ബിൽ ആഖിറത്തിഹും യൂക്കിനൂൻ എന്നാണ്. അത് വെറും ഇവിടെ യൂക്കിനൂൻ എന്ന് പറയാൻ കാരണം ഇവിടെ ഇതിന്റെ റൂട്ട് ലെറ്റർ എന്ന് പറയുന്നത് യാ ഖാഫ് നൂൻ ആണ്. അതേ സെയിം റൂട്ട് ലെറ്റർ നിന്ന് വരുന്നതാണ് യഖീൻ. യഖീൻ എന്ന വാക്കിൽ നിന്നാണ് യൂക്കിനൂൻ, അതായത് യൂക്കിനൂൻ എന്ന് പറഞ്ഞാല് വിശ്വാസത്തിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഏറ്റവും ദൃഢമായിട്ടുള്ളതാണ് യഖീൻ എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറയുന്നത് വിശ്വാസമാണല്ലേ? അതിന്റെ കുറിച്ച് നമ്മൾ ഇതിന്റെ മുന്നിൽ ക്ലാസ്സിൽ കേട്ടതാണ്. ഇവിടെ യക്കീന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സംശയം ഒട്ടും സംശയമില്ലാത്ത കംപ്ലീറ്റ് ആയിട്ടുള്ള വിശ്വാസത്തിനാണ് യക്കീൻ എന്ന് പറയുന്നത്. ഇവിടെ പരലോകത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ യുമിനൂൻ വിശ്വസിക്കുന്നവർ തന്നെയാണല്ലേ? പക്ഷെ ഇവിടെ യൂക്കിനു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ആയത്തിൽ അല്ലദീന യുമിനൂന ബിൽ ഗൈബ് അല്ലെ, ഗൈബിൽ പെടുന്നത് തന്നെയാണ് ഈ ആഖിറ. പക്ഷെ യൂക്കിനു പറയാൻ എന്തായിരിക്കും റീസൺ? കാരണം അള്ളാഹു പറയാണ് യക്കീൻ ഉണ്ട് ആ കാര്യത്തിന്. അതുകൊണ്ടായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയാണ്. ഒരാൾക്ക് അത്രയും ദൃഢമായ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് പരലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അതൊക്കെ നടക്കുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവും. അപ്പോഴേ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലൈഫൊക്കെ ചേഞ്ച് ചെയ്തുള്ളൂ. തെറ്റുകൾ തിരുത്തും, കൂടുതൽ നന്മയിലേക്ക് നമ്മൾ ഓടാൻ പോകും, നന്മയിലേക്ക് നമ്മൾ പോകും. അവൻ അപ്പോഴേ മുത്തക്കിനാവുള്ളൂ. അല്ലാത്തവർ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? നമുക്കൊക്കെ യൗമൽ ഖിയാമൊക്കെ ഉണ്ട് അല്ലെ? നമ്മൾ ഇല്ലാന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇളക്കം തട്ടിയ വിശ്വാസമാണ് അല്ലെ? പരലോകത്തെ കുറിച്ചും അതിനെക്കുറിച്ച് തയ്യാറാവുന്ന വലിയൊരു ചിന്തയൊന്നും നമുക്കില്ല. നമ്മൾ സ്വന്തത്തിനോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലെ, നമുക്ക് എത്രത്തോളം യക്കീനുണ്ടെന്ന്. എത്രത്തോളം നമ്മുടെ വിശ്വാസം ദൃഢമാകും അത്രത്തോളം നമ്മൾ കെയർഫുൾ ആയിരിക്കും അങ്ങോട്ട് പോകുന്ന കാര്യത്തിലേക്ക്. ആഖിറത്തിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാവും അല്ലെ? അത് വരുമ്പോ നോക്കാന്നുള്ളൊരു ഇതാണ് ഇപ്പൊ ഉള്ളത് അല്ലെ? നമുക്കറിയാം ആദ്യത്തെ ചോദ്യം നമ്മുടെ നമസ്കാരത്തെ പറ്റിയായിരിക്കും. എന്നാൽ നമ്മുടെ ഉള്ളില് ആ ചോദിക്കുന്ന പറ്റിയുള്ള ഒരു ശരിയായ വിശ്വാസമൊക്കെ ഉണ്ടോ അല്ലെ? കാരണം നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ? ഒക്കെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. അപ്പോ ആ ഫർദ് നിസ്കാരത്തിന്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും അല്ലെ? പിന്നെ അള്ളാഹു അതങ്ങ് സ്വീകരിക്കും. നമ്മൾ ഓക്കെ ആണെന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത് അല്ലെ? ആർക്കാണ് നമസ്കാരം കറക്റ്റ് ആക്കണം എന്നാ തോന്നാതിരിക്കുക? എന്തായാലും ചെന്നാൽ നമ്മുടെ നമസ്കാരത്തെ
ചോദ്യം ചെയ്യുമെന്ന് യക്കീനുള്ളവർക്കേ അങ്ങനെ തോന്നും അല്ലേ? ഇവിടെ ഈമാൻ മാത്രം പോരാ, യക്കീൻ തന്നെ വേണം. ഞാൻ എങ്ങനെ എന്റെ സമയം ചെലവഴിച്ചു, എന്റെ ധനവും എന്റെ ജീവിതവും ഒക്കെ ഞാൻ എങ്ങനെ ജീവിച്ചു തീർത്തു എന്നോട് ഇത് ചോദിക്കുമെന്ന ചിന്തയോട് കൂടി ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് യക്കീൻ തന്നെ വേണം. യക്കീൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നും ഞങ്ങൾ ഈ ചെയ്തതൊക്കെ മതി, ഞങ്ങളൊന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു ഇതാണ് നമുക്ക് തോന്നുക. ചോദ്യം ചെയ്യലിനെ കുറിച്ച് നമുക്ക് വലിയൊരു പേടിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് തോന്നും നമ്മൾ പെർഫെക്റ്റ് ആണെന്ന്. കാരണം നമ്മളിപ്പോ ഒരുപാട് ക്ലാസ് ഒക്കെ കേട്ട് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും. മാഷാ അള്ളാ, പഴയ പോലെ ഒന്നും ആയിരിക്കൂല. നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി. നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു മൈൻഡാണ് നമുക്ക് ഉണ്ടാവുക. എന്നാൽ യക്കീൻ ഉണ്ടെങ്കിലേ നമുക്കൊരു മുത്തക്കീന്റെ ജീവിതം നയിക്കാൻ പറ്റും. കാരണം ഒരു ചെറിയ ചെറിയ തെറ്റുണ്ടാകുമ്പോൾ പോലും ആ മനസ്സിൽ വല്ലാത്ത പേടിയായിരിക്കും. ആഖിറത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നത് മീസാനിൽ തുലാസിൽ ധനം കൊടുക്കാൻ ഇത് കാരണമാകും എന്ന് തോന്നിയിട്ട് നമുക്ക് തിരുത്താൻ പറ്റണമെങ്കിൽ യക്കീൻ തന്നെ വേണം. യക്കീൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തോന്നത്തുള്ളൂ. പരലോകത്ത് ജീവിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കാനും ചെയ്തുകൊണ്ടേയിരിക്കാനും തിരുത്തിക്കൊണ്ടേയിരിക്കാനും ബോധത്തോടെ ഇരിക്കാനും യക്കീൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. എന്ന് പറയുമ്പോൾ നമ്മൾ യൂക്കിനൂൻ ആയിരിക്കണം. നമുക്ക് ആർക്കും യൗമുൽ ആഖിറത്തിനെ കുറിച്ച് അങ്ങനെ ഓർക്കാനോ അല്ലെ, നമ്മൾ നല്ല നല്ല പോസിറ്റീവ് അള്ളാഹുവിന്റെ കുദ്റത്തിനെ പറ്റിയും അള്ളാഹിന്റെ ഇതൊക്കെ അതൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷെ നമുക്ക് ഈ മരണത്തെ പറ്റിയും അല്ലെ, അതിന്റെ നരകശിക്ഷയെ കുറിച്ചും ഖബർ ശിക്ഷയെ കുറിച്ചൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നരകശിക്ഷയെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ ഓർക്കാനും ഇവിടെ യക്കീൻ തന്നെ വേണമെന്നാ പറയുന്നത്. അവരൊരിക്കലും ഇത്രയൊക്കെ മതി, ഇതുകൊണ്ടൊക്കെ ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കൂല. അവർ ആഖിറത്തിന് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും. ആഖിറത്തിൽ യക്കീൻ ഉണ്ടെങ്കിലേ നമ്മൾ മുത്തക്കീനാവുന്നുള്ളൂ. മുത്തക്കീന്റെ ഒരു ക്വാളിറ്റിയാണ്, ഒരു കണ്ടീഷനാണത്. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അല്ലെ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ചോദ്യം ചെയ്യുക. നമ്മളിപ്പോൾ എന്തൊക്കെയാ ചെയ്യുന്നത്, അതിന്റെ ഓരോ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്ത് വച്ച മുഴുവൻ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെയാ ചെയ്ത്, എന്തൊക്കെയാ പെരുമാറിയത്, നമ്മൾ എന്തൊക്കെ പിന്നെ നമ്മൾ ചെയ്യാണ്ട് വെച്ച അമലുകൾ ഒക്കെ എല്ലാം നമ്മുടെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വിചാരം ഇതൊക്കെ എപ്പോഴോ നടക്കാൻ ഒരു കാര്യമാണെന്നുള്ളതാണല്ലേ. എപ്പോഴൊന്നും നടക്കൂല എന്നുള്ളൊരു ഇതാണ്. എന്നാൽ ഇന്ന് അല്ലെ, ഇപ്പൊ ഈ നിമിഷം എന്റെ ശ്വാസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ ലൈഫിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഈ നിമിഷം അല്ലെ, എല്ലാവരുടെ ലൈഫിൽ അടുത്ത നിമിഷം തന്നെ ആയേക്കാം എന്നുള്ളതാണ് ഈ ആഖിറ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല അത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് അല്ലെ. ആ സമയം നമുക്കറിയില്ല. എല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു ജീവിതമാണ് അതല്ലേ. ഇപ്പൊ ഈ നിമിഷം മുതൽ വേണമെങ്കിൽ ആവാം. നമുക്കൊക്കെ അറിയാം അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് ഉറപ്പ് കൊടുത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മൗത്താണ് അല്ലേ. അള്ളാഹു റിസ്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിനക്ക് എന്തായാലും കുട്ടികളെ തരാം, ധനം തരാം, ആരോഗ്യം തരാം. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരോടും പറഞ്ഞിട്ടില്ല അല്ലെ. അത് ഒരാൾക്ക് ചിലപ്പോൾ ഇൽമു കൊടുക്കും, അല്ലെങ്കിൽ ധനം കൊടുക്കും, അല്ലെങ്കിൽ കുടുംബം കൊടുക്കും. അത് അള്ളാഹിന്റെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കുന്നതാണ് അല്ലെ. എന്നാൽ അള്ളാഹു എല്ലാവർക്കും ഉറപ്പായിട്ട് കൊടുത്തൊരു കാര്യമേ ഉള്ളൂ, മൗത്ത് അല്ലെ. അപ്പോ നമ്മളിപ്പോ ഒരു 1 വീക്ക് എവിടെയെങ്കിലും പോവാൻ വേണ്ടി വിചാരിക്കുകയാണെന്ന് വിചാരിക്കാം. എല്ലാം റെഡി ആയെങ്കിൽ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പായിരിക്കും അതിനു വേണ്ടി എടുക്കുക അല്ലെ. നമ്മൾ ഒരു കാശ്മീരിലോ മറ്റോ പോകാൻ വേണ്ടി തയ്യാറാണെങ്കിൽ ഒരാഴ്ചത്തേക്കാണെങ്കിൽ പോലും 2 ദിവസത്തേക്കാണെങ്കിൽ പോലും നമ്മൾ എത്ര തയ്യാറെടുപ്പ് കാണാം. അവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പ് എടുക്കുന്നല്ലേ. എന്നാലോ ഇത് ഈ ഇവിടേക്ക് എന്നുള്ളത് പിന്നെ അവസാനമില്ലാത്തൊരു യാത്രയാണല്ലേ. അപ്പോ വിസ ഓൾറെഡി കിട്ടി, ടിക്കറ്റും കിട്ടി അല്ലെ, നമുക്ക് എല്ലാം കിട്ടി. ടൈം മാത്രമേ അറിയാനുള്ളൂ. ഏത് സമയം തൊട്ട് മുന്നേ വേണമെങ്കിലും ആവാം അല്ലെ. പിന്നെ നമ്മൾ എന്ത് കാത്തിരിക്കുകയാണല്ലേ അവിടേക്ക് പോകാൻ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനും നിങ്ങളും സ്വയം ചോദിക്കല്ലേ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തെ കുറിച്ച് യക്കീനുള്ളവർ മാത്രമേ മുത്തഖീങ്ങൾ പെടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. മുത്തഖീങ്ങളുടെ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞു കഴിഞ്ഞല്ലേ.
ഇനി അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. أولئك أعوذ بالله من الشيطان الرجيم. أولئك على هدى من ربهم وأولئك هم المفلحون. എന്താ പറയുന്നത്? ഉലൈക അക്കൂട്ടർ അലാ ഹുദൻ നേർമാർഗത്തിൽ മിൻ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള. ഉലൈക എന്ന് പറയുമ്പോൾ അക്കൂട്ടർ അല്ലെ, അതൊരു പുതിയ വാക്കാണ്. ഇനിയിപ്പോ നിങ്ങൾ അങ്ങോട്ടത് ഒരുപാട് കാണുന്നതാണ്. അടുത്തത് അലാ ഹുദൻ നേർമാർഗത്തിൽ. അലാ എന്ന് പറഞ്ഞാൽ അപ്പോൾ മേൽ എന്നാണ്, നേർമാർഗത്തിൽ മേൽ എന്നാണ് എന്നത്. അവരുടെ റബ്ബിൽ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള ഹിദായത്തിലാണ് അവർ. അവരുടെ റബ്ബിൽ നിന്നുള്ള ഹിദായത്തിൽ ഹുദയിലാണ് അവർ ഉള്ളത്. ഈ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞിട്ട് പറയാനില്ല, അങ്ങനെയുള്ളവര് അള്ളാഹുവിന്റെ ഹുദയിൽ ഉള്ളവരാണെന്ന്. വീണ്ടും അവിടെ ഹും പറയാണ് അല്ലെ. ഇവിടെ ഒരു ഹുമ്മിന്റെ ആവശ്യമില്ല, പിന്നെ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ വീണ്ടും ഹും പറഞ്ഞിട്ടാണ് മുഫ്ലിഹൂൻ പറയുന്നത് അല്ലെ. അവർ വിജയികളെന്ന് മതി അവിടെ. പക്ഷെ അവർ തന്നെയാണ്, അവർ മാത്രമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ ഒരു ഹും പറയുന്നത്. അപ്പോൾ അവർ മാത്രമാണ് സക്സസ് ആയിട്ടുള്ളവർ, അവർ മാത്രമാണ് വിജയികളായിട്ടുള്ളവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ 6 കണ്ടീഷനും പറഞ്ഞു തന്നിട്ട് അവരുടെ നാഥൻ കാണിച്ചു വഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ, വേറെ ആരും ഇതിലേക്ക് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവർ തന്നെയാണ് വിജയികൾ. ഇവിടെ ഉലായിക്ക എന്നാല് ഇതിനു മുമ്പ് ദാലിക്കൽ കിതാബ് ഫീ റൈബ് കണ്ടതാണ് അല്ലെ. അവിടെ ദാലിക്കയുടെ പ്ലൂറലാണ് ഉലായിക്ക. ദാലിക്ക പറഞ്ഞത് ആ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്റ്റാറ്റസ് ഭയങ്കര ഹൈ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ദാലിക്ക യൂസ് ചെയ്തത്. ഖുർആൻ പറയുമ്പോൾ അതിന്റെ സ്റ്റാറ്റസ് ആണെങ്കിൽ, ഇവിടെ ഉലായിക്ക പറയുമ്പോൾ അവർ ഒരുപാട് ഉയരത്തിലാണെന്ന് പറയുന്നത്. ആ പൊസിഷൻ അത്രയും ഒരുപാട് ഉയരത്തിലാണ് എന്ന് കാണിച്ചിട്ട് പറയുകയാണ്. ഈ ഭൂമിയിൽ ഉള്ളവരിൽ ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ് അവര്. ആര്? റബ്ബിന്റെ ഹിദായത്തുള്ളവർ അല്ലെ, മുത്തഖീങ്ങൾ. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അള്ളാഹിന്റെ ഹിദായത്തിന്റെ മേലുള്ളവർ. അപ്പൊ നമ്മൾ സൂറ ഫാത്തിഹയില് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലേ, അള്ളാഹു ഞങ്ങളുടെ നേരായ പാതയിലേക്ക് നയിക്കണേ എന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ക്വാളിറ്റീസ് ഒക്കെ ഉള്ളവരാണ് ഹിദായത്തുള്ളവരെന്ന്. നിശ്ചയമായും കറക്റ്റ് വഴിയിലൂടെയാണ് ഹിദായത്ത് കാണിക്കപ്പെട്ടവരാണ് മുഫ്ലിഹൂൻ എന്നുള്ളത്. അങ്ങനെയുള്ളവരാണ് മുഫ്ലിഹൂൻ അല്ലെ. മുഫ്ലി എന്നതിന്റെ മുഫ്ലി എന്നത് ബഹുവചനമാണ് ഇത്. അപ്പോ മുഫ്ലിഹൂൻ അതിന്റെ റൂട്ട് ലെറ്റർ പറയുന്നത് ഫ ലാം ഹ ആണ്. ഫലാഹ് എന്ന് പറഞ്ഞാല് വിജയം. നമ്മളത് കേൾക്കുന്നതാണല്ലേ, ഹയ്യാലൽ ഫലാഹ് അല്ലെ. നമ്മൾ 5 നേരം ബാങ്കിൽ കേൾക്കുന്നതാണ്. ബാങ്കിൽ നമ്മൾ വിജയത്തിലേക്കാണ് അള്ളാഹു നമ്മളെ വിളിക്കുന്നത് അല്ലെ. ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു വാക്കാണ് ഫല്ലാഹ്. ഫല്ലാഹ് എന്ന് പറഞ്ഞാല് കൃഷിക്കാരൻ. ഒരു കൃഷിക്കാരൻ എന്താ ചെയ്യുന്നേ? നമുക്കറിയാലേ, നല്ലൊരു വിത്ത് ശേഖരിച്ച് അല്ലെ, അത് പാകാൻ വേണ്ടി ഭൂമിയെ ശരിയാക്കി ഭൂമിയെ എടുത്ത് അതിന് വളരാൻ വേണ്ടുന്നത് അതാത് സമയം നോക്കി ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലെ. അതിന് കേടുപാട് വരാതെ നശിച്ചു പോകാതെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കണം, അപ്പോഴാണ് അവസാനം നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അല്ലെ. അതുപോലെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നവരാണ് വിജയികൾ. അവർ വിജയത്തിലേക്ക് എത്തുന്നത് വരെ ഒരു ബ്രേക്കും എടുക്കാതെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ അവർ ചെയ്തുകൊണ്ട് അവർക്ക് അതിന്റെ റിസൾട്ടും കിട്ടും അല്ലെ. അപ്പൊ ഈ വിജയം എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ട് കിട്ടുന്നതൊന്നല്ല അല്ലെ. നമ്മുടെ ഈ അവസാനത്തെ വിജയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വർഗത്തിലെത്തി ഹിദായത്ത് കിട്ടുക എന്നുള്ളതല്ലേ. അത് നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ.
ഈ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ആണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. എന്താ, നമ്മൾ തഖ്വയുടെ ആളായിരിക്കണം അല്ലെ. എങ്ങനെയാണ് തഖ്വയുടെ ആളാവേണ്ടത്? ഗൈബിൽ ഈമാൻ ഉണ്ടായിരിക്കുക അല്ലെ, നമസ്കാരം നിലനിർത്തുക, അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയതിൽ നിന്ന് ചിലവഴിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു ഇറക്കിയതിൽ വിശ്വസിക്കുക, അതിനു മുമ്പേ ഇറക്കിയത് വിശ്വസിക്കുക, ആഖിറത്തിൽ യഖീൻ ഉണ്ടായിരിക്കുക. ഇത് ഓരോന്നും കൊണ്ടും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ. അപ്പൊ ഇനി ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തവരാണ് മുഫ്ലിഹൂൻ ആകുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവർ ഹിദായത്തിന്റെ മേലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ എന്തിന്റെയെങ്കിലും ഒരു മുകളിൽ ഇരുന്നാൽ അത് എവിടേക്കാണോ പോകുന്നത് അവിടേക്കാണ് നമ്മൾ എത്തുക അല്ലെ. അപ്പോൾ ഒരാൾ ഹിദായത്തിലാണെന്ന് പറയുമ്പോൾ ഹിദായത്തിന്റെ ഡയറക്ഷൻ എവിടേക്കാ? വിജയത്തിലേക്ക് അല്ലെ, സ്വർഗത്തിലേക്ക് മാത്രാണ്. അപ്പോൾ ഒരാൾ ഹിദായത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും തോറ്റുപോകില്ല അല്ലെ. തോറ്റുപോകാൻ ഒരു ചാൻസും ഇല്ല അവിടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല തരുന്ന ഉറപ്പാണത്. അപ്പോൾ തഖ്വ ഉള്ളവർക്കാണ് അള്ളാന്റെ ഹിദായത്ത് കിട്ടുക. തഖ്വ കിട്ടാൻ എന്താണ് വേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ അള്ളാഹു പറഞ്ഞ ആ വിജയം ഇഹത്തിലും പരത്തിലുള്ള വിജയമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ശരിയായ സക്സസ് എന്ന് പറയുന്നത് പരലോകത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷയിൽ നിന്നും കോപത്തിൽ നിന്നും രക്ഷ നേടി സ്വർഗത്തിലെത്തലാണ് അല്ലെ. അങ്ങനെയുള്ളവരാണ് ശരിയായ വിജയികൾ. ദുനിയാവിൽ എല്ലാം ഉള്ളവരാണോ അല്ലെ, അല്ല അല്ലെ. കോടികൾ ആസ്തി, വലിയ സ്റ്റാറ്റസ് അല്ലെ, അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കുന്ന നമ്മൾ കാണുമ്പോൾ വിചാരിക്കല്ലേ, ഓ എന്ത് ഭാഗ്യല്ലേ അവർക്കൊക്കെ. പക്ഷെ നമ്മൾ ആ നോക്കിക്കാണുന്ന ആൾക്കാരാണോ ശരിയായ സക്സസ് ഉള്ളവരല്ലേ? നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമാണ് ശരിയായ സക്സസ്ഫുൾ ആയിട്ടുള്ള മുഫ്ലിഹൂനായിട്ടുള്ള ആളുകൾ. എല്ലാവരും അങ്ങനെയുള്ള മുഫ്ലിഹൂനായിട്ടുള്ള ആളുകളിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അതുപോലെ നമ്മൾ ഖുർആൻ ക്ലാസ്സുകളും മറ്റും പഠിക്കുമ്പോൾ മറ്റുള്ള ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ടല്ലേ. കാരണം മറ്റുള്ള ബുക്കുകൾ നമുക്ക് ഐഹിക വിജയം നേടാൻ മാത്രമാണ്. ഒരു കുക്കിംഗ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ കുക്കിംഗ് പഠിക്കുമായിരിക്കും. പക്ഷെ അതിലൂടെ അതേ കിട്ടും. എന്നാൽ ഇഹത്തിലും പരത്തിലും വിജയം നേടാൻ കഴിയുന്ന ഒരു ഇതാണ് ഖുർആൻ മാത്രമേ ഉള്ളൂ അല്ലെ. ദുനിയാവിലെ വിജയം എന്ന് പറയുന്നത് ഭാഗികമായിട്ടുള്ള വിജയമാണ് അല്ലെ. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച മുതൽ നമ്മുടെ റൂഹിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് വന്നല്ലേ. ഇനി മരണം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത ലോകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പിൽ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. ഒരു തുള്ളി മാത്രമാണ് ഈ ജീവിതം. സുബ്ഹാനല്ലാഹ്, ഇവിടെ നമ്മൾ വിജയിച്ചെന്ന് പറയുമ്പോൾ അത് വളരെ നിസ്സാരമായിട്ടുള്ള, അത്ര എത്ര വലുതാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ളതാണ്. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള വിജയമാണല്ലേ. അതിലേക്കുള്ള വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ കാണിച്ചു തരുന്നത്. വേറെ ഒരു ഗ്രന്ഥത്തിനും സഹായിക്കൂല അല്ലെ. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു വഴിയിലേക്ക് നമ്മളെല്ലാരും എത്തിച്ചിട്ടുണ്ടല്ലേ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുപോലെ മുത്തഖീങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞപ്പോ നമസ്കാരത്തെ കുറിച്ചും ചെലവഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ. ഹജ്ജിനെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയത് എന്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെടും അല്ലെ. മുത്തഖി ആയിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു ഇറക്കിയ ഖുർആനും സുന്നത്തും അത് അള്ളാഹു ഇറക്കിയതാണെന്നും ഖുർആനെ വിശ്വസിക്കുക, അതിനെ പിന്തുടരുക അല്ലെ. സുന്നത്തിനെ നമ്മൾ പിന്തുടരുക. അതിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കണല്ലേ. എല്ലാം മനസ്സിലാക്കി എടുത്താലാണ് നമുക്ക് ശരിയായ വിജയത്തിലേക്ക്, എന്നിട്ട് അത് അമലിലേക്ക് പ്രവർത്തിച്ചാലേ നമുക്ക് മുത്തക്കിയാവാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഫല്ലാഹ് എന്ന് പറഞ്ഞപ്പോ കൃഷിക്കാരനാണെന്ന് പറഞ്ഞല്ലേ. അതിൽ നിന്ന് ആണ് മുഫ്ലിഹ് എന്നുള്ള വാക്കിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു. ഈ കൃഷിക്കാരനെയും ഒരു മുത്തക്കിയുടെയും ഒരു ജീവിതം നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അല്ലെ. അവരെടുക്കുന്ന എഫേർട്ട് എന്താണ്?
ആദ്യം തന്നെ ഒരു കൃഷിക്കാരന് വിത്ത് പാകണം അല്ലേ? അതിനു വേണ്ടി ഭൂമിയെ നല്ല പ്രിപ്പയർ ചെയ്യണം അല്ലേ? ഭൂമിയെ നല്ല പോലെ ഉഴുതി മറിച്ച് വെള്ളമൊക്കെ നനച്ച് അതിനെ പാകപ്പെടുത്തണം. എന്നിട്ട് വിത്ത് പാകണം അല്ലേ? അത് ഇട്ടത് കൊണ്ട് മാത്രമാവില്ല അല്ലെ? അതിനെ നനച്ചു കൊടുക്കണം, അതിന്റെ കളകളൊക്കെ പറിച്ചു കൊടുക്കണം അല്ലെ? അപ്പൊ എല്ലാ രീതിയിലും കൃഷിക്കാരനെ ഉണ്ടാകുന്ന വിളയെ കുറിച്ചുള്ള ചിന്തയിൽ തന്നെയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു കൊയ്ത്ത് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക, അതിൽ തീരുമില്ല അല്ലെ? വീണ്ടും അതിനേക്കാൾ നല്ല സീഡ് കണ്ടുപിടിച്ച് അതിനേക്കാൾ നല്ല നല്ല ഇത് ആക്കി വീണ്ടും നല്ല കൃഷി ഉണ്ടാക്കാനാണ് എപ്പോഴും കൃഷിക്കാരൻ ചെയ്യുക. എപ്പോഴും ഒരു ഹാർഡ് വർക്കിലായിരിക്കും അല്ലെ? അതിനുകൊണ്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും ഒരു കൃഷിക്കാരൻ. അല്ലാതെ അത് വെറുതെ ആ ഒരു വിത്ത് അവിടെ ഇട്ടിട്ട് അതിനെ നോക്കാതെ അത് അവിടെ നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ? അവൻ നല്ലപോലെ എഫേർട്ട് എടുക്കണം, എന്നാലേ അതിന്റെ റിസൾട്ട് കിട്ടും. അതാണ് ഒരു ഫല്ലാഹ് അല്ലെ? ഇനി ഒരു മുത്തക്കിയുടെ കാര്യം എടുത്താല് ഒരു കുഞ്ഞു സീഡ് നമ്മുടെ ഹൃദയത്തിൽ പാകുന്നുണ്ട്. എന്തിന്റെയാണത്? ഈമാന്റെ അല്ലെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ മുസ്ലിമായി ജനിപ്പിച്ചത് കൊണ്ട് തന്നെ ഓൾറെഡി ആ വിത്ത് പാകിയിട്ടാണ് നമ്മൾ വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ അബ്ദു റസൂലു അല്ലെ? ആ ഒരു ഈമാന്റെ വിത്ത് നമ്മൾ പാകിയിട്ടുണ്ട്. നമ്മളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ? അത് പറഞ്ഞുകൊണ്ട് മാത്രം ആ വിത്ത് വളരുമോ? ആ വിത്തിനും കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കണം. അതിന് ഒറ്റക്ക് വളരാൻ പറ്റൂല. എന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട്, അത് ഒറ്റക്കങ്ങ് വളർന്നോളും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. നമുക്ക് നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ചതിയാണത്. അപ്പൊ ഈ വിത്ത് വളരാൻ എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം. ഒരു തദ്ബൂർ ചെയ്ത് നോക്കാം അല്ലെ? വിത്തിന് വെള്ളം വേണം അല്ലെ? എന്താണ് വെള്ളം? ഹൃദയത്തിന്റെ വെള്ളം എന്താണ്? ഖുർആൻ. ഇവിടെ ഖുർആനാണ് വെള്ളം. ഖുർആനിൽ നിന്നുള്ള ഹിദായത്ത്. ഖുർആന്റെ ഓരോ ആയത്തുകളും വാക്കുകളും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് വെള്ളം കിട്ടുന്ന പോലെയാണ് നമ്മുടെ ഹൃദയത്തിന്. ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കിട്ടുമ്പോൾ നമുക്കറിയാം അല്ലെ? ആ ഒരു സുഖം, സമാധാനം, ആശ്വാസം അല്ലെ? അതുപോലെയാണ് ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് ഹൃദയം അത് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കും. വീണ്ടും വീണ്ടും കിട്ടണം എന്നുള്ള തോന്നലാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. ഖുർആനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതെന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമുക്ക് നിർത്താൻ സാധിക്കില്ല. ഇബ്ലീസിന്റെ ശല്യം ഉണ്ടായാലും ശരി, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാൻ ആ ആഗ്രഹം നിർത്തത്തേയില്ല. അപ്പോ ഒരു ദാഹിച്ച് വരണ്ട് കിടക്കുന്ന ഒരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥയാണ് ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ആ വിത്ത് പാകിയിട്ട് ഖുർആൻ വഴി കിട്ടുന്ന ഹിദായത്താണ് ആ വെള്ളം. ഇനി അടുത്ത് എന്താ വേണ്ടത്? സൂര്യപ്രകാശമാണ് അല്ലെ? അതെങ്ങനെയാ നമുക്ക് കിട്ടുക? നമ്മുടെ ദുആയിലൂടെ. അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സഹായം, അള്ളാഹുവിന്റെ സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ മാത്രമേ ആ വിത്ത് വളരും. അതിന് വളരാൻ പറ്റും. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം അല്ലെ? പിന്നെ എന്താ വേണ്ടത്? നല്ല മണ്ണ് വേണം അല്ലെ? അതെങ്ങനെ കിട്ടുന്നേ? കറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വേണം അല്ലെ? ഒരു വളക്കൂറില്ലാത്ത മണ്ണാണെങ്കിൽ ആ വിത്ത് വളരുമോ? വളരൂല അല്ലെ? അതുപോലെ നമ്മുടെ ഈമാൻ വളരണമെങ്കിൽ അത്തരത്തിലുള്ള ആളുമായിട്ട് നമ്മൾ കൂട്ടുകൂടണം. ഈ വഴിയിലേക്ക് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും വേണം അല്ലെ? സുബ്ഹാനല്ലാഹ്. അതുപോലെ എപ്പോഴും ഒരു കർഷകൻ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും അല്ലെ? നമുക്കറിയാം. അതുപോലെ ഒരു മുത്തക്കി ആയിട്ടുള്ള ആള് എപ്പോഴും ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും. നമസ്കാരവും മറ്റു കർമ്മങ്ങളും വഴി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അള്ളാഹുവിനോട് അയാളുടെ ഇഷ്ടം കാരണം എപ്പോഴും ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ കർമ്മങ്ങൾ ഈമാനെ വളരാൻ സഹായിക്കും. അപ്പോ ഒരു വിത്ത് പാകിയിട്ട് അത് അങ്ങനെ നോക്കാതിരുന്നാൽ അത് നശിച്ചു പോകത്തേ ഉള്ളൂ അല്ലെ? നമ്മൾ കുറച്ച് എന്തെങ്കിലും ചെയ്തിട്ടുള്ള എന്റെ ഇതുകൊണ്ട് അത് അങ്ങനെ ആയിക്കോളും, സ്വർഗം കിട്ടിക്കോളും, ചെറിയ ചെറിയ തെറ്റെല്ലാം അള്ളാഹു പുറത്തു തരും അല്ലെ? ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതൊക്കെ മതി, ബാക്കിയെല്ലാം അള്ളാഹു നൽകിക്കൊള്ളും എന്ന് ഒരിതാ നമുക്കല്ലുള്ളത് അല്ലെ?
അതിന്റെ എല്ലാവർക്കും എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ ഓരോരുത്തർക്കും അല്ലെ. ആ കൃഷിക്കാരെ വിത്തിട്ട് വിളവെടുക്കുന്നത് വരെ എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് നല്ലൊരു വിളവ് കിട്ടുന്നതല്ലേ. അതുപോലെ നമ്മളും ചെയ്യുന്ന നമസ്കാരം പോലുള്ള പല അമൽ സ്വാലിഹാത്തുകളും കർഷകന്റെ ഫിസിക്കൽ ആക്ടിവിറ്റി പോലെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇനി ഒരു കർഷകൻ കൃഷിയൊക്കെ വളർന്ന് നല്ലപോലെ ഗുണമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കാം അല്ലെ. എന്നാൽ അത് കർഷകന് മാത്രമാണോ ആ ഗുണം? അല്ലാതെ അവിടെയുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൃഷിക്കാരന്റെ കുടുംബത്തിനും ആ രാജ്യത്തിനും നാട്ടിനും അല്ലെ. കർഷകരുടെ ആവശ്യം എത്രത്തോളാണെന്ന് നമുക്കറിയാം അല്ലെ. ആ കർഷകൻ പോലും അറിയാത്ത അത്രയും ആളുകളിലേക്ക് അത് എത്തുന്നുണ്ടല്ലേ. നമ്മൾ കഴിക്കുന്ന ചോറായിക്കോട്ടെ അല്ലെ, അരി, ഇതൊക്കെ ആരോ എവിടുന്നോ ആയിക്കോട്ടെ എടുത്തതാണല്ലേ. അപ്പോ അവർക്ക് പോലും അറിയില്ല അല്ലെ. ആ കൃഷിക്കാരന് പോലും അറിയില്ല അത്രയും ആളുകളിലേക്ക് അത് എത്തുകയാണ്. അതുപോലെയാണ് മുത്തക്കിങ്ങളുടെ കാര്യം. അവരുമായി കോണ്ടാക്റ്റിൽ ഉള്ളവരും അല്ലാത്തവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ കൊടുക്കുന്ന ഇൽമോ ചാരിറ്റി വഴിയോ ഉപദേശം വഴിയോ ഒക്കെ ആവാം. അപ്പൊ മുത്തക്കിയും കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് അവര് പോലും വിചാരിക്കാത്ത അത്രയും ബെനിഫിറ്റ് ലോകത്തിന് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. ഇതുപോലെ അള്ളാഹു മുത്തക്കിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ മുത്തക്കിയും കർഷക ഇതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. എല്ലാവർക്കും തണൽ കൊടുക്കുന്ന ഒരു മരം പോലെയാണ് മുത്തക്കി അല്ലെ. ഷജറത്തുൻ തയ്യിബ. മനുഷ്യരാശിക്ക് തന്നെ ഗുണം ചെയ്യുന്നവരാണ് മുത്തക്കി. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഒരുപാട് എഫേർട്ട് എടുക്കുന്ന റിസൾട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ മുത്തക്കി ആവാൻ വേണ്ടി തൗഫീഖ് ചെയ്യട്ടല്ലേ. സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുന്നില്ല. മുത്തക്കി അവർ എന്തൊക്കെ റിസ്ക് അവർക്ക് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ അവർ എല്ലാവർക്കും കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലെ. അതുപോലെ അവർ കൂടുതൽ കൂടുതൽ നന്നായിക്കൊണ്ടേയിരിക്കും. എത്ര ചെയ്താലും ഇനിയും ഇനിയും നന്നാവണമെന്നേ ഉണ്ടാവും. എന്ത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അടുത്ത ലെവൽ നോക്കൊണ്ടേയിരിക്കും അല്ലെ. പുതിയ പുതിയ ഇൽമു പഠിച്ചുകൊണ്ടല്ലേ അവരിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അത് അടുത്ത ലെവലിലേക്ക് പോകുന്നവരായിരിക്കും അവര്. അതുപോലെ നമുക്ക് കർഷകന് കളകളൊക്കെ പറിച്ച് വിത്തിനെ സൂക്ഷിക്കുന്നുണ്ടല്ലേ. കാരണം ഒരു എന്തെങ്കിലും ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. മുത്തക്കിയുടെ ഹൃദയത്തിൽ ശുദ്ധിയായിക്കൊണ്ടേയിരിക്കണം അല്ലെ. നമ്മുടെ ബോഡിയും ഫേസും ഒക്കെ നമ്മൾ ഭംഗിയാക്കി നോക്കുക, പക്ഷെ നമ്മുടെ നെഫ്സിനല്ലേ ശുദ്ധിയാക്കാൻ നോക്കണം മുത്തക്കി. അത് മുത്തക്കി മാത്രമേ നോക്കല്ലേ. നിഫാഖ്, അസൂയ, കിബർ, മറ്റുള്ളവരുടെ ദോഷത്തിൽ സന്തോഷിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ എനിക്കുണ്ടോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതൊക്കെ നമ്മൾ പറിച്ചു കളയണം അല്ലെ. അങ്ങനെ സ്വന്തം നഫ്സിനെ നമ്മൾ ശുദ്ധിയായിക്കൊണ്ടേയിരിക്കും. പരലോകത്തേക്ക് വേണ്ടി ഇനിയും ഇനിയും ചെയ്യാനുണ്ടെന്നുള്ള തോന്നലും അല്ലെ, കാരണം നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. ദുനിയാവിലാണെങ്കിൽ ഇതൊക്കെ മതിയായിരിക്കും, പക്ഷെ പരലോകത്തുള്ള നമ്മള് നമുക്ക് ഇനിയും വേണം എന്നുള്ളതായിരിക്കും. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് പോകാൻ പറ്റുന്ന ആളുകളിലേക്ക് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അല്ലെ. ആമീൻ. നമ്മൾ ഫാത്തിഹയില് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോ മുസ്തഖീമിനെ പറ്റി പറഞ്ഞപ്പോ ആ വഴിയിലേക്ക് നമ്മളെ എത്തിക്കുക, നടത്തിക്കുക, എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുക, അതാണ് ഹുദ അല്ലെ, ഹിദായ. ഖുർആനെ നമ്മൾ അറിയാനും പഠിക്കാനും അല്ലെ അതിനെ ഫോളോ ചെയ്യാനും സ്ട്രെങ്ത്തും നമുക്ക് ഖുർആൻ തന്നെ തരും അല്ലെ. നമുക്കൊരു പേടിയാണല്ലേ, നമ്മൾ മാറി നിൽക്കും, നമ്മൾ വീട്ടു ജോലി ചുറ്റുപാട് നമുക്ക് ഇത് ആവൂല അല്ലെ, അങ്ങനെയുള്ള പേടി കൊണ്ടാണ് നമ്മൾക്ക് കുറെ പേര് മാറി നിൽക്കുന്നുണ്ടാവുന്ന. ഖുർആൻ തന്നെ അതിനുള്ള അതിനെ ഫോളോ ചെയ്യാനുള്ള അതിനുള്ള ശക്തിയും നമുക്ക് ഖുർആൻ തന്നെ നൽകുന്ന പറയുന്നത്. കാരണം അള്ളാഹ് എല്ലാം അറിയണ്ടല്ലേ. നമുക്ക് അള്ളാഹിന്റെ കലാമിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹ്ക്ക് അറിയാം. സാഹചര്യം മാത്രമല്ല അല്ലെ, നമ്മൾ ഹൃദയത്തിൽ എന്താണെന്നും അറിയാൻ പറ്റും. ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വഴിയിൽ എത്തിക്കാനും ആ വഴി നടക്കാനും നടക്കാനുള്ള എളുപ്പവും തരും അല്ലെ. അത് ഖുർആന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അല്ലെ. എന്താണെന്ന് പറഞ്ഞാൽ തരും. മാറ്റത്തിന് വേണ്ടിയുള്ള എളുപ്പം നമുക്ക് ഉണ്ടാക്കി തരും അല്ലെ. അതിനാണ് അള്ളാഹു നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞത്, നീ എന്നെ സ്തുതിക്കേണ്ട രീതിയിൽ
സ്തുതിക്കാല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അത് കഴിഞ്ഞിട്ട് എന്നോട് സഹായം തേടണം, എന്നെ ഇബാദത്ത് ചെയ്യണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് എന്നോട് ചോദിക്കുക ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഹിദായത്ത് എന്ന്. അല്ലെ, നിങ്ങൾക്ക് എന്റെ സഹായത്തോട് കൂടി നിങ്ങളും കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെ, അപ്പോ നമുക്ക് എന്തായാലും നമുക്ക് അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത്, അല്ലെ, അമലിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ആണ് നമ്മൾ മുത്തക്കിയാവുക. അപ്പോഴേ നമുക്ക് മാറാൻ പറ്റൂ, അല്ലെ. അത് ഖുർആന്റെ മാത്രം ഒരു മിറാക്കിളാണ്, അല്ലെ. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഖുർആൻ നമ്മളെ മുത്തക്കിയാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ആത്മാർത്ഥമായി മുത്തക്കിയാവാൻ വേണ്ടി ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അതിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഖുർആനുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് അള്ളാഹുവിന്റെ വാക്കുകളാണല്ലേ. അപ്പോൾ നമ്മൾ കുറെ ക്വാളിറ്റീസ് പറഞ്ഞല്ലേ, മിനു യുക്കിനു, അല്ലെ, യുംഫിക്കൂൻ, പിന്നെ മിനുൻ പറഞ്ഞു, അല്ലെ, യുക്കിനൂൻ. ഇതൊക്കെ ഉള്ളവരാണ് യഥാർത്ഥ ഹിദായത്തിൽ ഉള്ളവർ. അവരാണ് ഇഹത്തിലെയും പരത്തിലെയും വിജയികൾ എന്ന് പറഞ്ഞല്ലേ. ചെറിയ 5 ആയത്താണല്ലേ, പക്ഷെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആയത്തുകളാണ്. നല്ലപോലെ കേട്ടിട്ടും പഠിച്ചിട്ടും ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം, അല്ലെ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതുവഴി സ്വർഗത്തിലെത്താൻ നമുക്ക് ആഗ്രഹിക്കാം, അല്ലെ. അങ്ങനെ അള്ളാഹിന്റെ ഹിദായത്തിലെത്താം. അങ്ങനെ നമ്മളെല്ലാവരെയും മുസ്ലിമൂനായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ സദഖകളും ഞങ്ങളുടെ സകാത്തുകളും ഞങ്ങളുടെ ദിക്റുകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നോമ്പുകളും എല്ലാ സൽക്കർമ്മങ്ങളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. ചോദിക്കാൻ വിട്ടുപോയതും ഓർമ്മയില്ലാത്തതും അത്യാവശ്യം വേണ്ടതുമായ പല കാര്യങ്ങളുണ്ട് നാഥ. അവയൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് നൽകണേ നാഥ. പലിശ, കടം, ലോണുകൾ മുതലായ പലിശ ഇടപാടുകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക്, സന്താന പരമ്പരയിലെ മുഴുവൻ മക്കൾക്കും പരിപൂർണ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരെ വഴിപിഴിപ്പിക്കല്ലേ അല്ലാ. നല്ല ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ. ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ തൗഫീഖ് ഏകണേ അല്ലാ. റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, അന്യരുടെ മേൽ ഈ ഈബത്ത് പറയുന്ന നാവുകളിൽ നിന്നും ഫിത്ന പറയുന്നതിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ഖബർ ശിക്ഷയെ ഭയപ്പെടുന്നു റബ്ബേ. ഇരുട്ടിനെ ഭയപ്പെടുന്നു റബ്ബേ. ഖബർ ശിക്ഷയില്ലാത്ത ശുഹാദാക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തതിന്റെ ഫലമായി ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ നാഥ. ഖബറിലെ ചോദ്യോത്തരങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, കൊടുങ്കാറ്റ്, പേമാരി, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, കൊടുംവരൾച്ച, ദാരിദ്ര്യം, പട്ടിണി, മാറാരോഗങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, ഭരണാധികാരികളുടെ അടിച്ചമർത്തൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ, ഗൾഫ് രാജ്യങ്ങളെ നീ കാത്തുകൊള്ളണേ റബ്ബേ. آخر دعوانا الحمد لله رب العالمين. اللهم صل وسلم على آله وصحبه أجمعين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر لي للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم أموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرني من النار، اللهم اجرني من النار، اللهم اجرني من النار وادخلني جنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.